എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1ാം ക്ലാസ്സിൻ്റെ ഇൻ്റഗ്രേഷൻ 2ാമത്തെ ദിവസത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ബിഗുവിൻ്റെ ഡയറി. വായിക്കൂ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അയ്യോ രക്ഷിക്കണേ എന്ന നിലവിളി കേട്ടു. ഞാൻ ഉണർന്നു താഴേക്ക് നോക്കി. പുഴയിൽ നിന്നും തവളയുടെ നിലവിളി കേട്ടു. തവള ആമയുടെ പുറത്തിരുന്നാണ് നിലവിളിക്കുന്നത്. മുമ്പിൽ ഒരു മുതല വാ പിളർന്നു നിൽക്കുന്നു. ഞാൻ അവരുടെ ഇടയിലേക്ക് പറന്നിറങ്ങി. ബും ബും എന്ന് ഉറക്കെ ഒച്ചയുണ്ടാക്കി. മുതല പേടിച്ചോടി. തവളയും ആമയും ചിരിച്ചു. ബും ബും. ഇത് ബിഗുവിൻ്റെ ഒരു ഡയറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചേർത്ത് ഡയറി എഴുതൂ. എൻ്റെ ഡയറി. നിങ്ങളുടെ ഒരു ഡയറി അന്ന ദിവസത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ഒരു ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേറ്റും ആഴ്ച എഴുതുക. എന്നിട്ട് ഇന്നത്തെ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഒരു 5-6 വരിയെങ്കിലും ഡയറി പഠിച്ച് വെച്ചിരിക്കണം. നാളത്തെ എക്സാമിന് എന്തായാലും ഉണ്ടാവും. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഡയറിയിൽ. എന്തായാലും നാളേക്കൊരു ഡയറി എന്തായാലും പഠിച്ച് വയ്ക്കുക. കഥ പറയാം. ചിത്രം നോക്കി കഥ എഴുതൂ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആമയുടെ പുറത്ത് കിടക്കണ ഒരു തവള ഒരു ഇലക്കെ പിടിച്ച് ആമയുടെ പുറത്തിരിക്കുകയാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഉദാഹരണമാണ്. നാളെ എക്സാമിന് വേറെ രീതിയിലേക്ക്, ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു മോഡൽ ഉണ്ടാവും എന്തായാലും. നോക്കാം. അപ്പോൾ മഴ പെയ്യായിരുന്നു. അപ്പോൾ ഒരാമ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചേമ്പിലൊക്കെ പിടിച്ചിരിക്കുന്നു. മഴ കൊള്ളാതിരിക്കാൻ ഒരു ചേമ്പിൻ്റെ തണ്ടൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ആമ അതിൽ പോകണ്ടായിരുന്നു. എഴിഞ്ഞിങ്ങനെ പോകണ്ടായിരുന്നു. അപ്പോൾ ആമ തവളയോട് ചോദിച്ചു, നീയും പോരുന്നുണ്ടോ എൻ്റെ കൂടെ? ഞാൻ നിന്നെ വീട്ടിലാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ തവള പറഞ്ഞു, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആമ പറഞ്ഞു, എൻ്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ നിന്നെ വീട്ടിലാക്കാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് തവള ആമയുടെ പുറത്ത് കയറിയിരുന്ന് ആ ചേമ്പലത്തണ്ട് പിടിച്ചിങ്ങനെ കുട പോലെ ചൂടി നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കഥ എഴുതാനായിട്ട് പഠിച്ചു വെക്കണം. തരം തിരിക്കുക. പഴങ്ങളെ വിവിധ തരത്തിൽ തരം തിരിക്കുക. മധുരമുള്ളവ: മാമ്പഴം, ചക്കപ്പഴം, കൈതച്ചക്ക, തണ്ണിമത്തൻ, വാഴപ്പഴം. മധുരമുള്ളവ അങ്ങനെ ഓരോന്നായിട്ട് തരംതിരിക്കുക. പുളിയുള്ളവ: ഓറഞ്ച്, മുന്തിരി, നെല്ലിക്ക, സ്ട്രോബെറി, ബ്ലൂബെറി. വലിയ പഴങ്ങൾ: ചക്കപ്പഴം, തണ്ണിമത്തൻ, പപ്പായ, കൈതച്ചക്ക. ചെറിയ പഴങ്ങൾ: മുന്തിരി, ആപ്പിള്, ഓറഞ്ച്, സ്ട്രോബെറി, മൾബറി, സീതപ്പഴം. മണമുള്ള പഴങ്ങൾ: ചക്കപ്പഴം, മാങ്ങ, പേരയ്ക്ക, ഓറഞ്ച്, കൈതച്ചക്ക. മണം ഇല്ലാത്ത പഴങ്ങൾ: തണ്ണിമത്തൻ, ആപ്പിള്, മൾബറി, വാഴപ്പഴം തുടങ്ങിയവയാണ്. വിവിധ തരംതിരിക്കുന്നതാണ് പഴങ്ങളെ തരംതിരിക്കാനാണ്. മണമില്ല. വീടിനെ കുറിച്ച് പഠിക്കാം. ഞാനാണ് വീട്. എനിക്ക് സ്വീകരണമുറി, കിടപ്പുമുറി, അടുക്കള, ശുചിമുറി തുടങ്ങിയ മുറികളുണ്ട്. സോഫ, കസേര, കട്ടിൽ, അലമാര, മിക്സി, ഫാൻ, മേശ തുടങ്ങിയ ഉപകരണങ്ങളുണ്ട്. മഴയും വെയിലും തണുപ്പും ഏൽക്കാതെ കഴിയാനും കള്ളന്മാരിൽ നിന്നും സുരക്ഷിതമായി താമസിക്കാനുമാണ് വീട്. അച്ഛനും അമ്മയും 2 കുട്ടികളും മുത്തശ്ശനും താമസിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ മുറികളെക്കുറിച്ച് കിടപ്പുമുറി, അടുക്കള, ശുചിമുറി തുടങ്ങിയുണ്ട്. എന്തൊക്കെ ഉപകരണങ്ങളെന്ന് വെച്ചാൽ സോഫ, കസേര, കട്ടിൽ, അലമാര, മിക്സി, ഫാൻ തുടങ്ങിയ ഉപകരണങ്ങളുണ്ട്. എന്തിനാണ് വീടെന്ന് ചോദിച്ചാൽ മഴയും വെയിലും തണുപ്പും ഏൽക്കാതെ കഴിയാനും കള്ളന്മാരിൽ നിന്നും സുരക്ഷിതമായി താമസിക്കാനുമാണ് വീട്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും 2 കുട്ടികളും മുത്തശ്ശിയും താമസിക്കുന്നുണ്ട്. വിവിധ തരം വീടുകൾ ചിത്രത്തിൽ കുറച്ച് തന്നിട്ടുണ്ട്, അത് പഠിക്കാം. ഏറുമാടം, ഹൗസ് ബോട്ട്, ഇഗ്ലു, ടെൻറ്റ്, ഫ്ലാറ്റ് തുടങ്ങിയാണ് ചിത്രത്തിൽ തന്നുള്ള വീട്. അതുകൂടാതെ മറ്റുള്ള വീടുകളുടെ പേര് പഠിക്കുക. ഓട് വീട്, ടെൻറ്റ്, ഗ്ലാസ് വീട്, വാർക്ക വീട്, കുടില്, മുള വീട്, മൺവീട്, വൈക്കോൽ മേഞ്ഞ വീട്,
അങ്ങനെ തുടങ്ങി വിവിധതരം വീടുകൾ പഠിക്കും. ഇതൊക്കെ ഈ ഷുവറായിട്ട് ഈ ഡയറി എഴുതാനും കഥ എഴുതാനും പഴങ്ങളുടെ പേരും വിവിധതരം വീടുകൾ തുടങ്ങിയവയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാവുന്ന മാർക്ക് കിട്ടും. ഷുവറായിട്ട് ഇത് പഠിക്കുക.